എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ പാഷൻ പ്രെഡിക്ഷൻ എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനം ഓൾറെഡി ഡെലിവേർഡായി, 1-ാം സെക്ഷൻ. കാര്യം എന്താണ്? കർത്താവ് ജെറുസലേമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുക്കളെ ഏൽപ്പിക്കപ്പെടും, അവർ പീഡിപ്പിക്കും, അവർ വധിക്കും, കർത്താവിനെ വധിക്കും. എന്താ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് ഇതിനുള്ളിൽ വെളിപ്പെടുത്താതിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ ശത്രുക്കളുടെ സംഹാര താണ്ഡവങ്ങളാണ് വരണത്. അപ്പോൾ ഈ ശത്രുക്കളോട് സംഹാര താണ്ഡവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ശത്രുക്കളോട് നമുക്ക് എന്താ തോന്നുന്നത്? ശത്രുത തോന്നും. എന്ന് വെച്ചാൽ സുവിശേഷത്തെ ബാക്കിലോട്ട് അടിക്കും, പുറകോട്ടടിക്കും, മോശത്തിൻ്റെ കാലത്തിലേക്ക് കൊണ്ടുവരും. കർത്താവ് മോശസിൻ്റെ കാലത്ത് നിന്ന് നമ്മളെ സ്വർഗീയ ജെറുസലേമിൻ്റെ മിശിഹായുടെ കാലത്തിലേക്ക് ആണ് ഒരു പ്രയാണം. ഇത് ഒരു പെസഹായാണ് ശരിക്കും പറഞ്ഞാൽ, പാസ് ഓവർ. ബൈബിളിൻ്റെ ഒരു പാസ് ഓവർ ഉണ്ട്. എന്താണത്? അത് മോശയുടെ കാലത്തിൽ നിന്ന് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആ കാലത്തിൽ നിന്ന് മിശിഹായുടെ കാലത്തിലേക്ക്, കൃപയുടെ കാലത്തിലേക്ക് ഒരു മനുഷ്യരാശിയുടെ വളർച്ചയാണ് പുതിയ നിയമത്തിന് പഴയ നിയമം